വെച്ചു. അപ്പം ഞാൻ ഇന്നാലിന് കിതാബ് പഠിച്ചിട്ടുണ്ട്, ഇന്നാലിന് കിതാബ് പഠിച്ചിട്ടുണ്ട്, ഇൽമുൽ കലാമിൽ ഒട്ടുമിക്ക കിതാബുകളും പഠിച്ച് അതിൽ മുജ്തഹിദായി മാറിയിട്ടുണ്ട്, അപാര പാണ്ഡിത്യമുള്ള ആളായി മാറിയിട്ടുണ്ട്. ഞാൻ ഇനി കിതാബുകളൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൗസലാന്ന് ഖദ്ദസുല്ലാഹു ഇത് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് വരുത്തിയിട്ട് എന്ത് ചെയ്തു, അവിടുത്തെ കൈ കൊണ്ട് മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയണ എന്നെ നെഞ്ഞത്തൊന്ന് ഇങ്ങനെ തടവി. ഫമറ യദഹു അലാ സദ്രി, എൻ്റെ നെഞ്ഞത്ത് ആ കൈയൊന്ന് ഇങ്ങനെ നടത്തി. ഫമാ റഫാഹ വാന അഹ്ഫദു മിൻ തിൽക്കൽ കുതുബി ഷൈആ എന്നും കലിമത്ത എന്നുണ്ട്. ആ കൈ ഇങ്ങനെ എടുത്ത് പൊന്തിച്ചതേ ഉള്ളൂ, ഞാനാ പഠിച്ച കിതാബ് എന്നൊരൊറ്റ കലിമത്ത് പോലും എൻ്റെ കൽബിൽ പിന്നില്ല. മറന്നുപോയി, മുഴുവൻ മറന്നുപോയി. അൻസാനി ജമിയ മാ ഹഫിൽതു, മുഴുവൻ മസലകളും ഞാൻ പറ്റ മറന്നു. പിന്നെ ആ സംഗതി ആ സമയത്തില്ല. അതും പിന്നെ പുതിയതെന്തെങ്കിലും പിന്നെ കൊടുക്കുമ്പോൾ മാറ ചില ആൾക്കാർക്ക് അതേമാതിരി ഒഴിവാക്കി തിരിച്ചു കൊടുത്തു പറഞ്ഞു. ഇതങ്ങനെയല്ല. കാരണം എന്താ, ഇത് അത്ര ആ പൊരുത്തത്തോടു കൂടെ കൊണ്ടുവരികയാണ്. ഇവനെ നേരാക്കണമെന്ന് മക്കളെ പിടിച്ച് നേരാക്കാൻ വേണ്ടിയിട്ട് ആളാപ്പാർക്കും മൂത്താപ്പാർക്കൊക്കെ മക്കൾക്കൊക്കെ സ്വന്തം വാപ്പാർക്കൊക്കെ ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയ പ്രാധാന്യമൊക്കെ ശേഖന്മാരുടെ അടുക്കലുണ്ടാവും. നമ്മളിപ്പോൾ ഇതിൻ്റെ കുട്ടിയാണോ നേരാവണമെന്ന് പറയുമ്പോൾ കുട്ടിനെ നേരാക്കാൻ തന്തനോട് ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പം കുട്ടികളോട് ഇഷ്ടം വന്നുകൊണ്ടിരിക്കും. പിന്നെ അവസാനം അങ്ങനെയുള്ളത്. അല്ലാതെ വെറുതെ ചോദ്യം ചോദിക്കാൻ വേണ്ടി ചെന്ന് അപ്പോൾ നമുക്ക് മറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആറ് ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. ഇതങ്ങനെയല്ല, ഇത് പോരാ നേരാക്കാൻ കൊണ്ടുപോവുക, അവിടുത്തെ ഷേഖിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് മഹാനായ സുഹ്റവർദി ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാ ഒരൊറ്റ കലിമത്ത് പോലും ആ കൈ ഉയർത്തിയതോടുകൂടെ ഒരൊറ്റ കലിമത്ത് പോലും ഞാൻ പഠിച്ച ആ കിതാബുകളൊന്നും എൻ്റെ അടുക്കൽ പിന്നല്ല, ഒക്കെ മറന്നുപോയി എന്ന് മാത്രമല്ല വഖറ ഫീ സദ്രി അൽ ഇൽമ ലദുന്നിയ, ലദുന്നിയ ഇൽമ ആ സമയത്ത് തന്നെ എൻ്റെ ഹൃദയത്തിൽ നിറച്ചുപോയി. അപ്പോൾ തന്നെ ആ സദസ്സ് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഹിക്മത്തുകളായിരുന്നു പിന്നെ സംസാരിച്ചിരുന്നത്. പിന്നെ തർക്കശാസ്ത്രവും ഇൽമുൽ കലാമൊന്നുമില്ല, പിന്നെ ഹിക്മത്തിൻ്റെ വിവരങ്ങളാണ് പിന്നെ സംസാരിച്ചിരുന്നത്. അതാണ് മഹാനായ ഇമാം ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ശിഷ്യൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നജ്മുദ്ദീൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഈ മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖൽവത്തിലിരുത്തിയിരുന്നു, റിയാദക്ക് വേണ്ടി ഇരുത്തിയിരുന്നു. ആ റിയാദിൽ 40 ദിവസം ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് കാണുന്നത് ചോദിച്ചപ്പോൾ ഷെയ്ഖ് നജ്മുദ്ദീൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കണ്ടത് വലിയൊരു മലൻ്റെ മുകളിൽ മഹാനവറുകൾ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു ഷെയ്ഖ് അവറുകൾ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. മുമ്പിലുള്ളത് ഈ പിന്നെ മുത്തിൻ്റെയും രത്നത്തിൻ്റെയും കൂമ്പാരാണ് മുമ്പിലുള്ളത്. എന്നിട്ട് ആളുകൾക്ക് അതിങ്ങനെ ഒരു അളവ് പാത്രം കൊണ്ട് ഇങ്ങനെ അളന്നു കൊടുക്കുക ചെയ്യുന്നത്. എത്ര എടുത്താലും അത് തീരണില്ല. അങ്ങനെ സംഗതിയാണ് ഞാൻ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ കണ്ടത്. ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു മുമ്പിൽ ഇങ്ങനെ രത്നങ്ങളാണ് ആകളുള്ളത്. ഇങ്ങോട്ട് അതെടുത്ത് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുത്താലും അത് തീരണില്ല എന്ന് പറഞ്ഞു. ഇതാ കണ്ടെന്നാണ്. അപ്പം അത് ശരി വെച്ചുകൊണ്ട് മഹാനായ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ റഅയ്തുഹു ഹഖ്ഖുൻ വഅംസാലുഹു മഅഹു വഹാദാ കുല്ലുഹു മിൻ മാദ്ദത്തി ഷെയ്ഖ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറൽ അസീസ്. നീ കണ്ടത് മുഴുവനും ശരിയാ, അത് മാത്രമല്ല അതിൽ എത്രയോ ഇരട്ടി വേറെയുണ്ട്. വംസാലുഹു മഅഹു, ഇതൊക്കെ മിൻ മാദത്തി സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറൽ അസീസ്, എനിക്ക് മഹാനായ സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറൽ അസീസ് എനിക്ക് നൽകിയ സഹായത്തിൽപ്പെട്ടതാണ്. പിന്നെ അവിടുത്തെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ആളാണ് മഹാനായ അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു. അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു, അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹുവിനെ പറ്റി അറിയാത്ത ആളുകൾ ആരാളുള്ളത്? ആരാണ് അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു? അത് തസൗഫിൻ്റെ കിതാബുകൾ പഠിക്കുന്ന ആളുകൾക്കും പണ്ഡിതന്മാർക്കും അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ബുസ്താനുൽ ആരിഫീനിലൊക്കെ അബൂ മദിയൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹു കഴിഞ്ഞാൽ അസംഖ്യം കറാമത്തുകളും മനാക്കിബുകളും ശ്രേഷ്ഠതകളും രേഖപ്പെടുത്തിയ ആളാണ് മഹാനായ അബൂ മദിയുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു.
കറാമത്തുകൾ തന്നെ ഒരുപാടുണ്ട്. നമുക്ക് അറിയുന്ന സംഭവങ്ങൾ തന്നെ ഒരുപാടുണ്ട്. മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു അന്നത്തെ കാലത്ത് ഇതേപോലെ മഗ്രിബിലേക്ക് വെള്ളക്കാരായ യൂറോപ്യന്മാർ പറങ്കികളും ഈ മഗ്രിബും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമാണ്. മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു, ഒരു ദിവസം വാളെടുത്തിട്ട് പുറത്തിറങ്ങി. അവിടുത്തെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാളൊക്കെ ഊരി പിടിച്ച് പുറത്തിറങ്ങി അങ്ങനെ മരുഭൂമിയിലേക്ക് പോയി. അവിടുത്തെ ശിഷ്യന്മാർ പറയുകയാണ്, അങ്ങനെ പോകുമ്പോൾ മരുഭൂമി ചെന്ന് അവിടെ ഒരു ചെറിയ മണൽക്കൂന, ആ മണൽക്കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ പോയിരുന്നു. അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു ഇരുന്നിട്ട് നോക്കുമ്പോൾ മുമ്പിൽ മുഴുവനും പന്നികളാണ്, ഒട്ടാകെ നിറച്ച് പന്നികളാണുള്ളത്. പന്നികളല്ല, എല്ലാ ജന്തുക്കളുമായിട്ടും അവർക്ക് എല്ലാം വഴങ്ങും. അവർക്ക് ആരും ശത്രുക്കൾ ഉണ്ടാവില്ല, ആര് വിളിച്ചാലും വരും. കാരണം സിംഹങ്ങളേറ്റും അവർ കളിച്ചിട്ടുണ്ട്. മഹാനായ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ വഴിക്ക് പോകുമ്പോൾ ഒരാളൊരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വിഷമിച്ച് കരയുണ്ട്. എന്താ, അയാൾ യാത്ര ചെയ്യണ കഴുതനെ ഒരു സിംഹം കടിച്ചു കൊന്നിക്കുക. എന്നിട്ട് സിംഹം അപ്പുറത്ത് മാറിയിട്ടുണ്ട്, ഇയാളാണ് ഇപ്പുറത്ത് പേടിച്ച് വേറെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതാ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു കാണുന്നത്. അപ്പോൾ ചോദിച്ചെന്താ, എൻ്റെ കഴുതനെ ഈ സിംഹം കൊന്നു, എനിക്കിനി വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹു നീ വാ, എന്നിട്ട് നീ ആ സിംഹത്തിൻ്റെ പോയിട്ട് ചെവിയും പിടിക്കാൻ വേണ്ടി പറഞ്ഞു. സിംഹത്തിന് ചെവിയും പിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ പോയി പിടിക്കുക. പിടിച്ചിട്ട് നീ കഴുത ഏതായാലും ചത്തുപോയി, ഇനി നോക്കണ്ട, ഈ സിംഹത്തിന് അതിൽ ഉപയോഗിച്ചു പറഞ്ഞു. എന്നിട്ട് ആ സിംഹം അത് ചാകണത് വരെയും കഴുതയായിട്ട് മഹാനായ ഈ അബൂ മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ശിഷ്യൻ ഈ കഴുതൻ്റെ ആള് കൊണ്ടുനടന്നിരുന്നു പറഞ്ഞത്. ഈ സിംഹത്തിന് കൊണ്ടുനടന്നിരുന്നു, സിംഹം കഴുതയായി പോയി എന്ന് പറഞ്ഞത് വിളിച്ചിട്ട്. അപ്പോൾ ഈ സംഭവത്തിൽ പന്നികൾ നിറച്ചിങ്ങനെ ഒട്ടാകെ മരുഭൂമി ഒട്ടാകെ പന്നികളാണ്. ഉടനെ തന്നെ മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു വാളെടുത്ത് ഹവയിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ചാടി. എന്നിട്ട് വാളുകൊണ്ട് വെട്ടാൻ തുടങ്ങി. കുറേ പന്നികളുടെ തല വെട്ടി ഒഴിവാക്കി. അങ്ങനെ അവസാനം തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ബഹുമാനപ്പെട്ട സാലിഹുൽ മഗ്രിബി റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള ശിഷ്യന്മാരാണ് ഒപ്പമുള്ളത്. സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു മഗ്രിബി, അദ്ദേഹം ഞാനുണ്ടായിരുന്നു കൂടെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മഹാനവറുകൾ ഇന്നിപ്പോൾ സംഭവിച്ചത് ചോദിച്ചു. ഇന്ന് സംഭവിച്ചൊന്നുമല്ല, വെള്ളക്കാരെ വെട്ടിയതാണ്, അവരെ ഞാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. ഇവിടെ വന്നത് പന്നികളാണ്. ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ വെള്ളക്കാരുമായിട്ട് യുദ്ധം നടക്കുന്നത് 1 മാസത്തെ വഴിദൂരം ഉള്ള അത്രയും ദൂര സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. അങ്ങനെ പോന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുസ്ലിം പടയാളികളൊക്കെ തിരിച്ചു വന്നതിന് ശേഷം മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹുവിന്റെ കാൽക്കൽ വീണു. അവരൊക്കെയും സന്തോഷം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അങ്ങ് വന്ന് ആകെ വെട്ടുന്നതൊക്കെ കണ്ടു, ആകെ ശത്രുക്കളാകെ പിന്തിരിഞ്ഞോടി, ഭയങ്കര വിജയം ഉണ്ടായി. പക്ഷേ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അങ്ങയെ കാണാനില്ല, എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടാണ് അവർ വരുന്നത്. ഇവിടെ പോയി പന്നികളെ നേരെയാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സംഭവം അവിടെ വേറെ നടക്കുക. അങ്ങനെ വെള്ളക്കാർ പരാജയപ്പെട്ടു പോയി. പക്ഷേ യുദ്ധം കഴിഞ്ഞ ശേഷം അങ്ങയെ കാണാനില്ല, അതുകൊണ്ട് ഞങ്ങൾ പോന്നതാണ്, സന്തോഷം പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു ഈ ഔലിയാക്കളുടെ ലോകത്ത് ഒന്നാമനാണ്, രാജസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ബസ്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ലോകത്തറിയപ്പെട്ട അഹ്മദുൽ ബദവി തങ്ങൾ, ഷെയ്ഖ് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ഇനി മഹാനായ അബൂ മുഹമ്മദ് മഗ്രിബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അബ്ദുസ്സലാം മിശ്രീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി തങ്ങൾ. ഇങ്ങനെ ആ പരമ്പര നോക്കുകയാണെങ്കിൽ മഹാനായ ഇമാം ഷാറാനി തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സക്കന്ദരി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ അറിയപ്പെട്ട ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഔലിയാക്കൾ, അവരൊക്കെയും മഹാനായ
അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യന്മാരും ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനത്തെ അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹു മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ശിഷ്യനാണെന്നാണ് പറയാൻ പോകുന്നത്. എന്താ, ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജിന് പോയി. ഞങ്ങളുടെ മഹാനായ ഷെയ്ഖ് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഷെയ്ഖ് അബ്ദുർ റസാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉപ്പാന്റെ കൂടെ ഉപ്പ ബഗ്ദാദിൽ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഒരു ഹജ്ജിന് ഒന്നിച്ച് ഞാൻ പോയി. അങ്ങനെ പോയപ്പോൾ മക്കത്ത് വെച്ച് മഹാനായ അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മർസൂഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പേര് കേട്ട രണ്ട് ഔലിയാക്കള് മക്കത്ത് വെച്ച് കണ്ടു. അവർ രണ്ടുപേരും അറഫയിൽ വെച്ചുകൊണ്ട് ഉപ്പായിൽ നിന്ന് തരീഖത്ത് വാങ്ങി ആ തരീഖത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ അടയാളമായിട്ടുള്ള ഹിർക്ക വസ്ത്രം അതൊക്കെ ധരിച്ചു. എന്നിട്ട് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുവിൽ നിന്ന് ഒരുപാട് ഹദീസുകളും മറ്റൊക്കെ പഠിച്ചു. അങ്ങനെ തരീഖത്തും വാങ്ങി സന്തോഷിച്ചിട്ടാണ് പോയത്. ആര്? മഹാനായ അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹു. അബൂ മദിയൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തരീഖത്ത് വാങ്ങിയെന്ന് മാത്രമല്ല, എല്ലാ ഔലിയാക്കളും ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പോയി ഇനി വേറാരും അറിയണ്ടെന്നുള്ള പരിപാടിയല്ല ഉള്ളത്. ഇപ്പൊ അബൂ നജീബ് സുഹ്റവർദി റളിയല്ലാഹു അൻഹു ചെയ്ത പണി നമ്മൾ പറഞ്ഞു. അലി ഇബ്നുൽ ഹീത്തി റളിയല്ലാഹു അൻഹു പറ്റി നമ്മൾ പറഞ്ഞു. അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ശിഷ്യനാണ് ബഹുമാനപ്പെട്ട സാലിഹുദ് ദക്കാലി റളിയല്ലാഹു അൻഹു. സാലിഹുദ് ദക്കാലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ സാലിഹ് സാഫിർ ഇലാ ബഗ്ദാദ് ഇല ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. സാലിഹ്, നീ ബഗ്ദാദിലേക്ക് യാത്ര പോകണം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു കാണണം. എന്തിനാണ്? ലിയുഅല്ലിമകൽ ഫഖറ. ഫക്കീറാവുക എന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫക്കീർത്തരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഫക്കീർത്തരം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫക്കീർത്തരല്ല കേട്ടോ. നമ്മൾ ഫക്കീറന്മാരെന്ന് പറഞ്ഞാലോ കാശ് കയ്യില്ലാത്ത ആൾക്കാർക്കാണ് നമ്മൾ ഫക്കീർ എന്ന് പറയാം. ഇത് കാശ് കയ്യില്ലാത്ത ആളെന്നുള്ള അർത്ഥമല്ല ഇതിന്. ഫക്കർ എന്ന് പറഞ്ഞാൽ കാശ് കയ്യിലില്ലായിരിക്കുക എന്നുള്ളതല്ല, പിന്നെ കാശ് കയ്യിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല, പിന്നെ മനസ്സിലായതൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. യാ അയ്യുഹന്നാസ് അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. നിങ്ങളൊക്കെയും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അള്ളാഹുവിലേക്ക് ആവശ്യക്കാരായ ആളുകളാണ്, ഫക്കീറന്മാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹു ആണ് ഐശ്വര്യവാൻ, മുതലാളി അള്ളയാണ്. നമ്മൾ കാണുമാതിരി അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ മുതലാളി. നമുക്ക് എന്ത് കാര്യത്തിനും അള്ള മേലെ എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മുതലാളിയുടെ അടുത്ത് പോയി മുതലാളിയുടെ അടുത്ത് പോകുന്ന അതാണ് സാധാരണ നമ്മൾ പറഞ്ഞ ഫക്കീറന്മാർ. ഈ ഫക്കീറന്മാർ എന്ന് പറഞ്ഞാൽ അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവാണ് ഗനിയ്, നിങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഫക്കീറന്മാരാണ് എന്ന ആശയം ശരിക്കും ഉൾക്കൊണ്ട ആളുകളാണ് ഈ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഫക്കീറന്മാർ. അല്ലാതെ സാധാരണ പറഞ്ഞ ഫക്കീറന്മാരല്ല. ബഹുമാനപ്പെട്ട അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹുവിൻ്റെ റായിയ എന്ന് പറയുന്നൊരു ബൈത്ത്, ആ ബൈത്ത് കാണാം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ മാലദത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറാ ഹുമുസ്സലാത്തീനു വസ്സാദാത്തു വൽ ഉമറാ. മാലദത്തുൽ ഐശി, ഈ ജീവിതത്തിൻ്റെ സുഖം, ഇല്ലാ സുഹബത്തുൽ ഫുഖറാ, ഫക്കീറന്മാരോട് കൂടുമ്പോൾ മാത്രമേ ഉള്ളത്. ഫക്കീറന്മാരോട് കൂടുമ്പോഴേ ജീവിതത്തിന് രസമുള്ളൂ എന്ന് മഹാനായ അബൂ മദിയൽ മഗ്രിബി റളിയല്ലാഹു അൻഹു ബൈത്ത്. മാലദത്തുൽ ഐശി ഇല്ലാ സുഹബത്തുൽ ഫുഖറാ, ജീവിതത്തിൻ്റെ ആനന്ദം ഈ ഫുഖറാക്കളോടുകൂടെ ഫക്കീറന്മാരോടുകൂടെ കൂടലാണ്. എന്നിട്ട് പറയണത് ആരാണ്? പൈസ ഇല്ലാത്ത ഫക്കീറന്മാരെന്നല്ല. ഹുമുസ്സലാത്തീനു വസ്സാദാത്തു വൽ ഉമറാ, അവർ ആണ് സുൽത്താൻമാർ. അവരാണ് സുൽത്താൻമാർ, ഈ ഫക്കീറന്മാർ. അവരാണ് സാദാത്ത് നേതാക്കന്മാർ, സയ്യിദന്മാരാണ്. അവരാണ് അമീറന്മാർ എന്നാണ് പറയണത്. ഈ ബൈത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അത്താഇല്ലാഹി സക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഫക്കീർ എന്ന് പറഞ്ഞാൽ മഹാന്മാരെ ഔലിയാക്കൾ ഉദ്ദേശിക്കുന്ന ഫക്കീർ ആരാണ് എന്ന്. വൽ ഫക്കീറു ഹുവൽ മുതജർരിദു അനിൽ അലായിഖി വൽ മുഅരിദു അനിൽ അവായിഖി വലൈസ ലഹു വിജ്ഹത്തുൻ വ മഖ്സിദുൻ ഇല്ലല്ലാഹ്.
വഖദ് അറദ അമ്മാ സിവല്ലാഹ് വതഹഖഖ ബിഹഖീഖത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു അത്താർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുതജരിദു അനിൽ അലായിഖി, എല്ലാ നിലക്കുള്ള ബന്ധങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട ആള്, ഒരു ബന്ധങ്ങളുമില്ല. വൽ മുഅരിദു അനിൽ അവായിഖി, എല്ലാ നിലക്കുള്ള തടസ്സങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ച ആള്, മുമ്പിൽ ഒരു തടസ്സമില്ല. വലൈസ ലഹു വിജ്ഹത്തുൻ വ മഖ്സിദുൻ ഇല്ലല്ലാഹ്, അദ്ദേഹത്തിന് അല്ലാഹു അല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ആ ലക്ഷ്യത്തിന്റെ മുമ്പിൽ ഒരു തടസ്സവും ഇല്ല, ഒരു ബന്ധങ്ങളും പ്രശ്നമില്ല. വഖദ് അറദ അമ്മാ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത മുഴുവൻ സംഗതികൾ തൊട്ടുമാൻ തിരിഞ്ഞു കളഞ്ഞവനാണ്. എന്നിട്ട് വതഹഖഖ ബിഹഖീഖത്തി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ മാന ശരിക്കും ഉൾക്കൊണ്ട ആളാണ്. ഇവനാണ് ശരിക്കുള്ള ഫക്കീർ എന്ന് മഹാനായ ഇബ്നു അത്താഇല്ലാഹി സക്കന്ദരി റളിയല്ലാഹു അൻഹു ഈ ഫക്കീറിന്റെ മാന പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫക്കീർ തരം പഠിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബഖീൽ തരം പഠിക്കാൻ വേണ്ടി പോകാന്ന് പറഞ്ഞ മാതിരി ഫക്കീർ തരം പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫക്കീർ തരം എന്ന് ആദ്യം അറിയാൻ വേണ്ടി പറയാണ്. മഹാനായ സാലിഹു തക്കാലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിടുകയാണ്, നീ ബഗ്ദാദ് പോണം, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു കാണണം, എന്നിട്ട് നിനക്ക് അവിടുന്ന് ഫക്കർ എന്താണ് എന്ന് നീ പഠിച്ചു വരണം, അതിന് വേണ്ടിയിട്ടാണ്. അന്ന് ഫക്കർ എന്താണെന്ന് അവിടുന്ന് പഠിച്ചാൽ വേണ്ടി ഇവിടുന്ന് തന്നെ പഠിപ്പിച്ചാൽ പോരെ. അബൂ മദീൻ മഗ്രിബി റളിയല്ലാഹു അൻഹുവിന് ഫക്കീർ തരം എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ്. കാരണം ഈ പറഞ്ഞ വെയ്ത്തൊക്കെ എഴുതിയ ആൾ തന്നെയാണ്. അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്, അവിടുന്ന് ശരിക്കാണ് പഠിപ്പിക്കും. ആ പഠിപ്പിക്കാനുള്ള ശരിക്കുള്ള യോഗ്യത ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ ഈ ശിഷ്യന്മാരെ വെച്ചുകൊണ്ട് പിസ്ക് കാണിക്കേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ സാലിഹു തക്കാലി റളിയല്ലാഹു അൻഹു പോകുന്നു ബഗ്ദാദിലേക്ക്. ബഗ്ദാദിൽ ചെന്ന ഉടനെ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ശിഷ്യഗണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള അബൂ മദീൻ മഗ്രിബി റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് ഈ വരുന്നത്. അല്ലാഹു സ്വീകരിച്ചതിന് ശേഷം പറഞ്ഞു, നീ കുറച്ച് ദിവസം ഖൽവത്തിലിരിക്കണം, റിയാദൊക്കെ ഇരിക്കണം. അങ്ങനെ 28 ദിവസം ഇരുന്ന് ആ റിയാദൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ റിയാദ ഇരിക്കുന്ന റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, സാലിഹ് നീ വലത് ഭാഗത്തേക്ക് നോക്ക്, നിന്റെ വലത് ഭാഗത്തേക്ക് നോക്ക്, എന്താ കാണുന്നു വെച്ച്. അവൻ നോക്കുമ്പോൾ കാബാലയം ബഗ്ദാദിൽ നിന്നാണ് കാണുന്നത്, കാബ കാണുന്നുണ്ടെന്നാണ്. ഇടത്തോട്ട് നോക്കാൻ വേണ്ടി പറഞ്ഞു. നോക്കി, എന്താ കാണുന്നു? എൻ്റെ ഷെയ്ഖ് അബൂ മദീൻ മഗ്രിബി റളിയല്ലാഹു അൻഹു കാണുന്നു ഇടത്ത് ഭാഗത്ത് നോക്കുമ്പോൾ. എന്നിട്ട് ചോദിച്ചു, നിനക്കെന്താണ് ആവശ്യം? എനിക്കിപ്പോൾ കാബം കാണാൻ പോകണോ അല്ല ഇങ്ങോട്ട് മഗ്രിബിലേക്ക് ഷെയ്ഖിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടത്? നമ്മളാണെങ്കിൽ ചിലപ്പോൾ എനിക്കിപ്പം പെട്ടെന്ന് കാബത്തിൻ്റെ അവിടെ പോയിട്ട് പിന്നെയാണ് നേരെ പോകാമെന്നാ പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ബൽ ഇലാ ഷെയ്ഖി അബൂ മദീൻ, എനിക്ക് എൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്കാണ് പോകേണ്ടതാണ്. കാബത്തിൻ്റെ അടുത്തേക്ക് വേണമെങ്കിൽ ഒറ്റ ചാട്ടത്തിനാണ് എത്തും, ഒറ്റ ചവിട്ടിന് അവിടെ എത്തും. കാരണം അതാ ചോദ്യം, നിനക്ക് കാബത്തിലേക്ക് പോകുന്നു അതല്ല നിന്റെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകുന്നു ചോദിച്ചു. ഞാൻ എൻ്റെ ഷെയ്ഖ് അബൂ മദീൻ്റെ അടുത്തേക്ക് പോവാണ്. അപ്പം ചോദിച്ചു, തദ്ഹബു ഫീ ഖത്വത്തിൻ ഔ കമാ ജിഅത, നീ ഒറ്റ ചവിട്ടുകൊണ്ട് നിനക്ക് മഗ്രിബിലേക്ക് എത്തണോ അതല്ല നീ വന്ന മാതിരി പോവുകയാണോ ചോദിച്ചു. അപ്പോൾ സാലിഹ് റളിയല്ലാഹു അൻഹു ഞാൻ വന്ന മാതിരി പോയിക്കോളാം. അപ്പോൾ മഹാനവർ പറഞ്ഞു, ഹുവ അത്തമ്മു, അതാണ് പരിപൂർണമായ മാർഗം, അതാണ്. അല്ലാതെ അങ്ങനെ പവർ കാണിച്ച് നടക്കുക എന്നുള്ളതല്ല. ഇപ്പോൾ 28 ദിവസത്തെ റിയാദൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചവിട്ടുകൊണ്ട് എവിടെ എത്താം? കാബയിലേക്കും എത്താം. ഒരു ചവിട്ടുകൊണ്ട് വേണമെങ്കിൽ മഗ്രിബിലേക്ക് ഷെയ്ഖിൻ്റെ മുമ്പിലേക്കും വേണമെങ്കിൽ എത്താം. അപ്പോൾ നീ ഒറ്റ ചവിട്ടടി കൊണ്ട് അവിടേക്ക് മഗ്രിബിലേക്ക് പോകുന്നു അതല്ല വന്ന മാതിരി എന്ന് പറഞ്ഞാൽ അവിടെ ആഫ്രിക്കൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്, ഈജിപ്തിൻ്റെയൊക്കെ പടിഞ്ഞാറ് ഭാഗത്താണ് മഗ്രിബ്, മൊറോക്കോ എന്ന് പറയുന്ന ആ സ്ഥലങ്ങളൊക്കെ. ലിബിയ, മൊറോക്കോ ഒന്നിച്ചുള്ള സ്ഥലത്തിനാണ് മഗ്രിബ് എന്ന് പറയാം. ആ സ്ഥലത്തു നിന്നാണ് ബഗ്ദാദിലേക്ക് പോന്നിട്ടുള്ളത്.
അത് ഒരു ചവിട്ടുകൊണ്ടൊന്നും എത്തുന്ന സ്ഥലമല്ലത്. നീ ഒരു ചവിട്ടോട്ടി കൊണ്ട് പോകുന്ന വെച്ചാൽ ഞാൻ വന്ന മാതിരി പോയിക്കോളാണ്. അപ്പോൾ ഹൗസുലാദം ഖദ്ദസുല്ലാഹു പറഞ്ഞു ഹു അത്തമ്മു, അതാണ് പൂർണ്ണമായ മാർഗം. അല്ലാതെ ഒരു ചവിട്ടുകൊണ്ട് പറന്നുകൊണ്ട് വന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ഹൗസുലാദം ഖദ്ദസുല്ലാഹു അത് നിരുത്സാഹപ്പെടുത്തുക. കാരണം ഒരു ദിവസം മഹാനവറുകളുടെ ശിഷ്യന്മാർ പറയണു, ഒരിക്കൽ ക്ലാസ് തുടങ്ങാൻ നേരത്ത് ബഗ്ദാദിൽ മദ്രസിൽ മഹാനായ ഗൗസുലാദം ഖദ്ദസുല്ലാഹു ക്ലാസ് തുടങ്ങണില്ല, സംസാരിക്കാൻ തുടങ്ങണില്ല. എല്ലാവരും സദസ്സിൽ വന്നിട്ടുണ്ട്, പക്ഷേ സംസാരിക്കണില്ല, എങ്ങനെ ഇരിക്കുക. അപ്പോൾ കൂട്ടത്തിൽ ഞങ്ങൾക്ക് തോന്നി എന്തോ ഇന്നൊരു പ്രശ്നമുണ്ട്, എന്തോ ഗൗസുലാദ ബാബാക്ക് എന്തോ മനസ്സിൽ വേറെ പ്രശ്നങ്ങളുണ്ട്, കാരണം സംസാരിക്കാൻ തുടങ്ങണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചിന്ത, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മഹാൻ പറയാണ്, ഇത് എൻ്റെ മനസ്സിൽ തോന്നിയ പാട് തന്നെ എൻ്റെ ഭാഗത്തേക്ക് പറഞ്ഞു, നോക്കിക്കൊണ്ട് പറഞ്ഞു, ബൈത്തുൽ മുഖദ്ദസ് നിന്ന് എൻ്റെ ഒരു മുരീദ് പറന്നു വന്നപ്പോൾ അങ്ങോട്ട് ഞാനതിൽ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, പറന്നു വന്നിക്കുകയാണ്. ഞാൻ അവനെ പിടിച്ച് തൗബ ചെയ്യിപ്പിച്ചു. എന്താണ് പറക്കും വലിയ പഠിക്കൽ തളച്ചവർ, അത് പിന്നെ എല്ലാവർക്കും കിട്ടണ വേത്ത. പറക്കും വലിയ പഠിക്കൽ തളച്ചവർ, പിന്നെന്താണ് പറന്നിട്ട് ചെന്നോരെ തൗബ ചെയ്യിച്ചോവർ. യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി. അപ്പോൾ എൻ്റെ ഒരു മുരീദ് ബൈത്തുൽ മുഖദ്ദസ് എന്നൊരു അഭ്യാസം കാട്ടി വന്നിരിക്കുകയാണ്, ഇപ്പോൾ പറന്നു വന്നിരിക്കുകയാണ്. ഞാൻ അവനെ പിടിച്ചപ്പോൾ തൗബ ചെയ്യിച്ചിരിക്കുകയാണ്. മാത്രമല്ല പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കണം. എന്താ, ഇന്നത്തെ ഇവിടുത്തെ സദ്യ അവൻ്റെ വകയായിരിക്കണം, ഈ ഒരു പണി ചെയ്തിന്. അപ്പോൾ അതിന് സമ്മതിച്ചിരിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ, ഇന്നത്തെ പായസം തന്നെ നമ്മൾ പായസം കൊടുക്കുക, ഇന്നത്തെ സദ്യ അദ്ദേഹത്തിൻ്റെ വകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറയണ, എന്തിനാണ് ഇത്ര പറന്നു വന്ന ഒരാളെന്തിനാ തൗബ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം? ഇങ്ങോട്ട് പിന്നെ തൗബ ചെയ്യിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്തിന് മഹാനവർ പറഞ്ഞു, അവനൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല ഇവിടെ വന്നതിന് ശേഷം വന്ന് തൗബ ചെയ്യിപ്പിച്ച ശേഷം അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികൾ ഞാൻ കൃത്യമായിട്ട് അവന് വീണ്ടും പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഇന്ന് എന്നതിന് മറുപടി പറഞ്ഞു. അപ്പോൾ സാലിഹുദ്ദക്കാലി റളിയല്ലാഹു അൻഹുവോട് മഹാനായ ഗൗസുല്ലാദം ഖദ്ദസുല്ലാഹു അസീസ് പറയാണ്, ഇതാണ് പൂർണ്ണമായ മാർഗം, നീ അഭ്യാസങ്ങളൊന്നും കാണിക്കണ്ട, അത്ഭുതങ്ങളൊന്നും കാണിക്കണ്ട, നേരെ പോയിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ശേഷം പറഞ്ഞപ്പോൾ വന്നപ്പോൾ ഫക്കീർത്തരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കും വേണം. മഹാനവറുകൾ പറഞ്ഞു, യാ സാലിഹ് ഇൻ അറത്തുൽ ഫഖറ ഫഇന്നക ലൻ തനാലഹു ഹത്താ തർക സുല്ലമഹു വസുല്ലമഹു തൗഹീദ് വമിലാഖു തൗഹീദി മഹവു കുല്ലി മാ യലൂഹു മിനൽ മുഹ്ദസാത്തി ബിഐനി സിരി. സാലിഹ്, നീ ഫക്കീർത്തനം എന്താണ്, ഫഖർ എന്താണെന്ന് പഠിക്കാനാണ് വന്നിട്ടുള്ളത്. അത് ഫഖർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇൻ അറത്തൽ ഫഖറ ഫഇന്നക ലൻ തനാലഹു ഹത്താ തർക സുല്ലമഹു. ആ ഫഖറിൻ്റെ കോണിയുണ്ട്, ആ കോണിപ്പടവുകൾ കയറിയെങ്കിൽ നിനക്ക് ആ ഫഖറിലേക്ക് എത്താൻ കഴിയും. ഏതാ ഫക്കീർത്തരത്തിൻ്റെ കോണി ഏതാണ്? വസുല്ലമഹു തൗഹീദ്, അതിൻ്റെ കോണി പടവുകൾ തൗഹീദാണ്. തൗഹീദിലൂടെ ഫഖറിലേക്ക് എത്തുക. പിന്നെ തൗഹീദിൻ്റെ ആകത്തുക എന്താണ്? മിലാഖു തൗഹീദ്, തൗഹീദിൻ്റെ ആകത്തുക അടിസ്ഥാനം. മഹബു കുല്ലിമാ യലൂഹു മിനൽ മുഹ്ദസാത്തി, ഈ സൃഷ്ടികളിൽ നിന്ന് എന്തെല്ലാം നിന്റെ ഹൃദയത്തിൽ വെളിവാകുന്ന മുഴുവൻ സംഗതികളെയും നീ മായ്ച്ചു കളയുക. ബിഐനിസിരി, നിന്റെ അകക്കണ്ണുകൊണ്ട് മുഴുവൻ സംഗതികളെയും മായ്ച്ചു. നിന്റെ കൽബിൽ എന്നില്ല സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു അല്ലാത്ത ഒരു സംഗതിയും നിന്റെ കൽബിലുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് തൗഹീദിൻ്റെ ആകത്തുക. ഇത് പറഞ്ഞപ്പോൾ മഹാനായ സാലിഹുദ്ദക്കാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സയ്യിദി ഉരീദു അൻ തുമിദ്ദനി മിൻക ബിഹാദൽ വസ്ഫ്, ഈ ഒരു സിഫത്ത് എനിക്ക് കിട്ടണം, എൻ്റെ കൽബും നീ മുഹ്ദസാത്തുകളൊക്കെ പോകണം, എല്ലാ സംഗതികളും പോകണം, അതിന് അവിടുന്ന് എന്നെ ഒന്ന് സഹായിക്കണം. ഉരീദു അൻ തുമിദ്ദനി, അവിടുന്ന് മദത് എനിക്ക് വേണം.
ബിഹാദൽ വസ്ഫ്, ഈ വസ്ഫ് എന്ന് വെച്ചാൽ എൻ്റെ കൽബ് നീ മുഹദ്ദസാത്തൊക്കെ പോയി ആ തൗഹീദ് ശരിക്കും എനിക്ക് കിട്ടണം, അങ്ങനെ ഫക്കീർ തലത്തിലേക്ക് ശരിക്കും എത്തണം, അതിനവിടുന്ന് എനിക്ക് മദത് വേണം, സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു സമയത്ത് ഫനദറ ഇലയ്യ നദറത്തൻ, എന്നിലേക്കൊരു നോട്ടം അങ്ങനെ നോക്കി, ഒന്ന് നോക്കി, കൈകൊണ്ട് തടവിയെന്ന് പറഞ്ഞ ഒന്ന് നോക്കി, എന്നെ നോക്കി. ഫനദറ ഇലയ്യ നദറത്തൻ ഫതഫറഖത് അൻ ഖൽബി ഹവാദിസുൽ ഇറാദാത്തി, ആ സമയത്ത് എൻ്റെ കൽബിലുള്ള മുഴുവൻ അള്ളാഹു അല്ലാത്ത മറ്റുള്ള മുഴുവൻ ചിന്താഗതികളും ആ സമയത്താണ് നീങ്ങിപ്പോയി. ഏതുപോലെ കമാ യതഫറഖു ളലാമു ഇൻദ ഹുജൂമി ളൗഇൻ നഹാർ, പകലിൻ്റെ വെളിച്ചം വരുന്ന സമയത്ത് ഇരുട്ട് എപ്രകാരം അപ്രത്യക്ഷമാവുമോ അതേപോലെ എൻ്റെ കൽബിൽ നിന്ന് അള്ളാഹു അല്ലാത്ത എല്ലാ ചിന്തകളും പോയി. അപ്പോൾ ഫക്കീർത്തരം പഠിപ്പിച്ചു കൊടുത്ത് എല്ലാം ചെയ്തു കൊടുത്ത് എന്നിട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു നാട്ടിൽ പോയി. എന്നിട്ട് സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു സാധാരണ പറയും, എനിക്ക് അന്നത്തെ ദിവസമുണ്ടായ ആ ഒരു അനുഗ്രഹം, വഇന്നി ഇലൽ ആന ഉൻഫിഖു മിൻ തിൽക്കൻ നദറ, ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്നാണ് ഈ സമയം വരേക്കും ഞാൻ ചെലവ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ ദീനിലേക്ക് ആളെ വിളിക്കുന്നതും മുരീദന്മാരെ നേരാക്കുന്നതും ഒക്കെ ആ ഒരൊറ്റ നോട്ടത്തിൽ നിന്നാണ്. വഇന്നി ഇലൽ ആന ഉൻഫിഖു മിൻ തിൽക്കൻ നദറ, ആ നോട്ടത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നോട്ടത്തിൽ നിന്ന് ആർക്കൊക്കെ കിട്ടിയതെന്ന്, ഈ സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി തങ്ങൾ, കുത്തുബീങ്ങളിൽപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഇതൊക്കെ ആ ഒരു നോട്ടത്തിൽ നിന്നാണ് എന്ന് മഹാനായ സാലിഹു ദക്കാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹുവിനെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ശിഷ്യന്മാരെ പറ്റി മഹാനവറുകളുടെ ആ ഒരു ശൃംഖല, സാധാരണക്കാരെ മുഴുവനും ഖാദിരിയാക്കൾ തന്നെയായിരുന്നു അക്കാലത്ത്. വഹാബികൾ പോലും അംഗീകരിക്കുന്ന ഇബ്നു തൈമിയ്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 7-ാം നൂറ്റാണ്ടിൽ കുല്ലമാ ഖാബല വാഹിദ മിൻ ആമ്മത്തിൽ മുസ്ലിമീൻ, സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഒരാളെ കണ്ടുമുട്ടിയാൽ വജദഹു മുന്തസിബൻ ഇല ത്വരീഖത്തുൽ ഖാദിരിയ. 7-ാം നൂറ്റാണ്ട് മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ പ്രവർത്തനത്തിന്റെ തൊട്ടുപിറകുന്ന കാലം. 561 വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 40 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ 7-ാം നൂറ്റാണ്ടാണ് പിന്നെ അടുത്ത് വരുന്നത്. 7-ാം നൂറ്റാണ്ടിലാണ് ഇബ്നു തൈമിയ്യന്റെ കാലഘട്ടം. അദ്ദേഹം പറയുന്നത് ഏതൊരാളെ കണ്ടാലും അദ്ദേഹം ഖാദിരി തരീഖത്തുകാരനായിരിക്കും, സാധാരണക്കാര് പോലും. ആ നിലക്ക് ലോകത്തെ മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹുവിന്റെ ആ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ചു നിർത്താൻ കഴിഞ്ഞു. അത്രയും വലിയ ഉന്നത സ്ഥാനത്തായിരുന്നു മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു. അത് അന്നത്തെ കാലം കൊണ്ട് മാത്രം അവസാനിച്ചിട്ടില്ല, അത് ഇന്നും മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു അപ്രകാരം പ്രവർത്തിക്കുന്നു. അവിടുന്ന് ഒരിക്കൽ ഖുറാസാന്റെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ പാടെ കൂട്ടി ഒരിക്കൽ ഭാഗത്ത് പോകുമ്പോൾ ഖുറാസാന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പറഞ്ഞു, ഇവിടെ ഒരാൾ വരാനുണ്ട് ഖുറാസാനിൽ, അദ്ദേഹത്തിന് എൻ്റെ വഫാത്തിന് ശേഷം 157 കൊല്ലം കഴിഞ്ഞാലാണ് ആള് വരിക. അദ്ദേഹത്തിന് എൻ്റെ മദതാണ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്, എന്നെ അനുഗ്രഹം അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നു എന്ന് ശിഷ്യന്മാരോട് അന്നേ പറഞ്ഞിട്ടുണ്ട്. ആര്? മഹാനായ ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു. ആരാണത്? നക്ഷബന്ദിയ തരീഖത്തിന്റെ ഷെയ്ഖ്, അതിൻ്റെ സമുദ്ധാരകൻ മഹാനായ ബഹാഉദ്ദീൻ ഷാ നക്ഷബന്ദ് റളിയല്ലാഹു അൻഹു. നക്ഷബന്ദ് എന്ന് പറഞ്ഞാൽ ആ നക്ഷ്, അള്ളാഹു എന്ന് പറയുന്ന നക്ഷ്, ആ നക്ഷ് ശരിക്കും ഹൃദയത്തിലാണ് ബന്ധാക്കിയതുകൊണ്ടാ നക്ഷബന്ദ് എന്ന് പറഞ്ഞത്. അതാണ് ആ പേരിന് കാരണം. മഹാനായ ബഹാഉദ്ദീൻ മുഹമ്മദ് ഷാ നക്ഷബന്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് 157 കൊല്ലം കഴിഞ്ഞ് ഖുറാസാന്റെ ഭാഗത്ത് വരാൻ പോകുന്ന ആള്. ഗൗസുൽ-ആദം ഖദ്ദസല്ലാഹു സിർറഹു പറഞ്ഞു, എൻ്റെ കാലത്തല്ല 157 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരാൻ പോകുന്നത്.
അതാണ് മഹാനായ ബഹാവുദ്ദീൻ മുഹമ്മദ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട മുജദ്ദിദ് അൽഫസാനി അഹമ്മദ് സർഹിന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെയൊക്കെ ആ പേര് ചേർത്തി പറയുന്ന ത്വരീഖത്താണ് നഖ്ശബന്ദി ത്വരീഖത്ത്. അവരൊക്കെയും ഖാദിരി ത്വരീഖത്തുകാരുമാണ്. അതോടൊരു നഖ്ശബന്ദികളാണ് അവർ. ഈ നഖ്ശബന്ദി ത്വരീഖത്തിന്റെ ഷെയ്ഖ് മഹാനായ ബഹാവുദ്ദീൻ മുഹമ്മദ് നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് ഈ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സലമിന് ശേഷം 157 കൊല്ലം കഴിഞ്ഞ് മഹാനവറുകൾ ഈ ആരിഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു. അങ്ങനെ അതിന് ശേഷം അദ്ദേഹത്തിന്റെ ഷെയ്ഖ് അമീർ കലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ശിഷ്യത്വം നേടി ബയ്യത്തൊക്കെ ചെയ്ത് ത്വരീഖത്തൊക്കെ വാങ്ങിയതിന് ശേഷം അതിലുള്ള ഇസ്മ ജലാലത്തിന്റെ ഇസ്മ അള്ളാഹ് എന്ന ഇസ്മ അത് കൽബിൽ പതിഞ്ഞു കിട്ടാൻ വേണ്ടി എത്ര ഇരുന്നിട്ടും നടക്കണില്ല. ഷെയ്ഖ് അവറുകളിൽ നിന്നൊക്കെ വാങ്ങിപ്പോന്നതിന് ശേഷം പക്ഷേ ഇത് കൽബിൽ ഈ അള്ളാഹ് എന്നുള്ള ഇസ്മ പതിഞ്ഞു കിട്ടണില്ല. അപ്പോൾ അതിലിങ്ങനെ വിഷമിച്ചിരിക്കുക. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മഹാനായ ഖദർ അലൈഹിസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഒരിക്കൽ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, എനിക്ക് അള്ളാഹ് എന്നുള്ള ഇസ്മ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു സയ്യിദ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസ്സറഹു എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും തന്നെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിലേക്ക് ഒന്ന് മനസ്സ് നേരിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നഖ്ശ് കിട്ടും, ആ ജലാലത്തിൻ്റെ ഇസ്മ ശരിക്കും പതിഞ്ഞ് കിട്ടും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം മഹാനവറുകൾ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സലമിലേക്ക് മാനസികമായി ആത്മീയമായി തിരിഞ്ഞു നിന്ന് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സലം ഈ 150 കൊല്ലം മുമ്പ് വാഗ്ദാനം ചെയ്ത സംഭവം നടക്കുകയാണ്. അവിടുന്ന് മനാമിലൂടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മഹാനായ ഈ ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ആ നെഞ്ഞത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പതിപ്പിച്ചു. ആ കയ്യിൽ അള്ളാഹു എന്ന് പറയുന്ന ജലാലത്തിന്റെ ഇസ്മ അത് ശരിക്കും അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് പതിപ്പിച്ചു. അതിന് ശേഷം നോക്കുമ്പോൾ പിന്നെ അതവിടെ ശരിക്കും പതിഞ്ഞു പോയി എന്നാണ് പറഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സലമീസ് ഈ വിതരണം ചെയ്യണ പണി നമ്മൾ സക്കാനിൽ ഹുബ്ബൊക്കെ പാടുമ്പോൾ അതിലെന്താ പാടുന്നത്? ഇന്നിപ്പോൾ പ്രസംഗിക്കാൻ സമയമായി പറഞ്ഞ മാതിരി 1.5 മണിയായി. നമ്മൾ ഈ കൂടെ നീട്ടാൻ സമയമില്ല. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അതൊന്നും പറയാൻ കൂട്ടിയിട്ടില്ല. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സലമീസിന്റെ അതുല്യ വ്യക്തിത്വം പറഞ്ഞ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് തീർക്കാന്ന് പറഞ്ഞു നടക്കണ കാര്യമില്ല. മഹാനവറുകളെ പറ്റി നമ്മളൊരു വക്ക് കടിക്കുക മാത്രമേ ചെയ്തത്. പറഞ്ഞിങ്ങനെ പഠിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മൾ സമയം കഴിഞ്ഞു പോയി. അവിടുന്ന് സക്കാനിൽ ഹുബ്ബുൽ പറഞ്ഞു, ഖുൽതു ലിസാഇൽ അഖ്താബി ലുമ്മു ബിഹാനി വദ്ഖുലു അൻതും രിജാലി. ഖുൽതു ലിസാഇൽ അഖ്താബി ലുമ്മു, എല്ലാ കുതുബീങ്ങളോടും അവരോടൊക്കെ ഞാൻ പറഞ്ഞു എന്ത്? ലുമ്മു ബിഹാനി, നിങ്ങൾ എൻ്റെ ഷോപ്പിലേക്ക് വരൂ, എൻ്റെ കടയിലേക്ക് വരും. ഇവിടെ ഈ മഹബത്തിന്റെ ഈ പാനീയം അതിൻ്റെ ചഷകങ്ങൾ നിറച്ചു വെച്ചുകൊണ്ടിരിക്കുക. ഖുൽതു ലിസാഇൽ അഖ്താബി ലുമ്മു ബിഹാനി, നിങ്ങൾ എൻ്റെ കടയിലേക്ക് വരൂ. വദ്ഖുലു അൻതും റിജാലി, നിങ്ങൾ എൻ്റെ ആളുകളാണ്, നിങ്ങൾ എൻ്റെ കുട്ടികളാ, നിങ്ങൾ വന്നോളൂ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടോ അവർ വന്നിട്ട് ഹീമു വസ്റബു അൻതും ജുനൂദി ഫസാഖിൽ ഖൗമി ബിൽ വാഫി മലാലി, നിങ്ങൾ ഇത് നന്നായിട്ട് കുടിച്ച് നന്നായിട്ട് മസ്തായിക്കോളൂ. നിങ്ങൾ വഹീമു വസ്റബു അൻതും ജുനൂദി, നിങ്ങൾ എൻ്റെ ആളുകളാ. കാരണം ഫസാഖിൽ ഖൗമി ബിൽ വാഫി മലാലി, വളരെ പൂർണ്ണമായ തോതിൽ എനിക്ക് ഈ കുടിപ്പിക്കുന്ന ആൾ നിറച്ചു തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ ഞങ്ങൾ ബേജാറാണ്? ഇവിടെ കുറച്ചൊന്നുമല്ല ഉള്ളത്, ഇവിടെ എത്ര കൊടുത്താലും തീരാത്ത അക്ഷയപാത്ര. കാരണം സുഹ്റവർദി ഇമാം റളിയല്ലാഹു അൻഹു കൊടുക്കണ ആ അനുഗ്രഹത്തെ പറ്റി അവിടുത്തെ മുരീദ് കണ്ടതിനെ പറ്റി പറഞ്ഞു, അതന്നെ അവിടെ തീരണില്ല, അതൊക്കെ ഇവിടുത്തെ വാക്കിയാന്നാ സുഹ്റവർദി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു അസ്സറഹു അന്നത്തെ കാലത്തുള്ള ഔലിയാക്കൾ മഹാനവറുകളുടെ മദതായിരുന്നു അന്നത്തെ ഔലിയാക്കൾക്ക് ഉണ്ടായിരുന്നത്. അവരൊക്കെയും അവരെ ഇൽമ് എൻ്റെ ഇൽമിന്റെ മിച്ചമാണ്, ഞാൻ കുടിച്ചതിന്റെ മിച്ചമാണ് എന്നാ പറഞ്ഞത്. മാല പാടപ്പോൾ സമയമില്ല,
അതൊക്കെ നമ്മൾ പാടുമ്പോഴും പറയുമ്പോഴും മനസ്സിലാവും. ശരീബത്തും ഫദലത്തി മിമ്പാതി സുക്രി, നിങ്ങൾക്കൊക്കെ എൻ്റെ ബാക്കിയാണ് കിട്ടിയത് എന്നാ പറഞ്ഞത്. മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസിന്റെ ആ ജീവിതയാത്ര അത്രക്കും ത്യാഗനിർഭരമായ ഐതിഹാസികമായ യാത്രയായിരുന്നു. സാധാരണ ഒരു യാത്രയല്ല. മഹാനവറുകളുടെ ജീവിതം തന്നെ ആ നിലക്കായിരുന്നു. നമുക്കൊക്കെ അറിയാം സംഭവങ്ങൾ. മഹാനവറുകൾ ഹിജറ 470 ജനിച്ചു. 470 ജീലാനിൽ ജനിച്ചു. അതിന് ശേഷം എന്നാ ബഗ്ദാദ് പോയത്? 488 ബഗ്ദാദ് കടന്നത്, ബഗ്ദാദിലേക്ക് പ്രവേശിച്ചത്, ഇറാഖിലേക്ക് പോയത്. പിന്നെ ആ യാത്രയിൽ 25 കൊല്ലം അനുഷ്ഠിച്ച ത്യാഗങ്ങളെപ്പറ്റി നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ചു. ഒരുപാട് പറയാനുണ്ട്. മഹാനവറുകൾ ഇറാഖിലേക്ക് കടക്കുന്ന സമയത്ത് തന്നെ മഹാനായ ഖദർ അലൈഹിസ്സലാമാണ് കൂട്ടുകാരൻ സ്വീകരിക്കാനുണ്ടായിരുന്നത്. ഖിദർ നബി അലൈഹി ഇസ്ലാം മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസിന്റെ ഒപ്പം കൂടി, എന്നിട്ട് ഗൈഡായിക്കൊണ്ട് വഴികാട്ടിയായിക്കൊണ്ട് ഒപ്പം കൂടി, എന്നിട്ട് പറയുന്ന നിർദ്ദേശം അനുസരിച്ചാണ് ചെയ്യുന്നത്. ബഗ്ദാദിലേക്ക് കടക്കാൻ പോകുന്ന സമയത്ത് പറഞ്ഞു, ആയിട്ടില്ല, 1 കൊല്ലം കഴിഞ്ഞ് കിടക്കാം, ഇവിടെ തന്നെ നിൽക്കണമെന്നാണ്. അവിടുന്ന് അനങ്ങിയില്ല. 1 കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, സമയമായിട്ടില്ല, അവിടെ തന്നെ നിൽക്കണമെന്നാണ്. പിന്നെ 1 കൊല്ലം കഴിഞ്ഞ്, അങ്ങനെ 3 കൊല്ലം. 1 ചൊൽ മുതലായി 3 കാത്തവർ, 1 ചൊൽ മുതലായി 3 ഇവിടെ നിൽക്കിയെന്ന് പറഞ്ഞിന്, ഇവിടെ നിൽക്കി എന്ന് പറഞ്ഞ് 3 കൊല്ലം ആ സ്ഥലത്ത് കാത്തിരുന്നു. വെറുതെ അങ്ങനെ നിൽക്കൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസ് പറഞ്ഞു, ആ ഓരോ കൊല്ലങ്ങളിലും എല്ലാ സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പിശാചുക്കൾ പല രൂപത്തിലും എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്താൽ അവരെ മുഴുവനും ഞാൻ പരാജയപ്പെടുത്തി. ദുന്യാവ് അതിന്റെ എല്ലാ പകിട്ടോടും കൂടെ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്താൽ അതിനൊക്കെ ഞാൻ പുറംകാലുകൊണ്ട് തട്ടിമാറ്റി. ഇങ്ങനെ ആ 3 കൊല്ലം അവിടെ നിർത്തി. അതിന്റെ ശേഷമാണ് ബഗ്ദാദിലേക്ക് കടക്കാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ബഗ്ദാദിലേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്രയും കൂടുതൽ ഭാവി സാധ്യതയുള്ള ആളുകളാകുമ്പോൾ കണ്ട മാത്രമേ ചിലപ്പോൾ പെട്ടെന്ന് സ്വീകരിക്കും. പക്ഷേ ബഗ്ദാദിലേക്ക് നല്ല തണുപ്പുള്ള രാത്രിയിലാണ് മഹാനായ ഗൗസുൽ ഖദ്ദസുല്ലാഹു അസീസ് ചെല്ലുമ്പോൾ മഹാനായ ഹമ്മാദ് ബിൻ ദബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണാൻ വേണ്ടി അവിടുന്ന് ത്വരീഖത്തിന്റെ വിജ്ഞാനങ്ങളും മറ്റും പഠിക്കാൻ വേണ്ടി ചെല്ലാൻ വേണ്ടി നോക്കുമ്പോൾ മഹാനവറുകൾ കണ്ട മാത്രയിൽ വാതിൽ കൊട്ടിയടക്കാൻ വേണ്ടി പറഞ്ഞു. കൊട്ടി അടച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ അടച്ചു? അടച്ച പൊടി തൂളിച്ചത് മേത്തായി പോയി. ആയാതി ദേഷ്യത്തിൽ അടച്ചു. തണുപ്പുള്ള രാത്രിയിൽ പോയിട്ട് അവിടെ കടന്നുറങ്ങാനും മൂലക്ക് കിട്ടി എവിടെയും വേണമെങ്കിൽ കടന്നുറങ്ങാം. ആ സമയത്ത് ആ ഹമ്മാദ് ദബ്ബാസ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വാതിൽ കൊട്ടിയടക്കാൻ വേണ്ടി പറഞ്ഞു. വാതിൽ ഊക്കിലടച്ച കാരണം പൊടി പാറി എൻ്റെ മേത്തായി പോയി എന്നാണ്, ശരീരത്തായി പോയി. എന്നിട്ട് രാവിലെ വരെ അവിടെ കഴിച്ചു കൂട്ടുന്നതിന് 17 പ്രാവശ്യം ജനാബത്തുണ്ടായി. 17 പ്രാവശ്യം ആ മരം കോച്ചൊന്ന് തണുപ്പത്ത് പോയി കുളിച്ചു. രാവിലെ എഴുന്നേറ്റതിന് ശേഷം മഹാനായ ഹമ്മാദ് ബിൻ മുസ്ലിം ദബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് കണ്ടു, കൂട്ടിപ്പിടിച്ചു, അണച്ചുകൂട്ടി. ഞാൻ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. നീ ഒരിക്കലും ചലിക്കാത്ത പർവ്വതമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഇപ്പോൾ എൻ്റെ പ്രതാപത്തിൻ്റെ സമയമാണ്.